കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എൻ്റെ
എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാൻ. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവമായ കർത്താവേ, ഇന്നേ ദിവസം സുഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. തുടർന്ന് വചനത്തിൽ അരുളി ചെയ്യുന്നു, നിങ്ങൾ രണ്ടോ മൂന്നോ പോലെ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൊടുന്നവിടെ മറ്റ് ഞാൻ ഉണ്ടായിരിക്കുമെന്നും നിങ്ങൾ ചോദിക്കുന്ന ഏത് കാര്യമുണ്ട് സ്വർഗത്തിനായ പിതാവ് സാധിച്ചെന്ന് അരുളി ചെയ്ത ദൈവമേ, ഈ നിമിഷം അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളിവിടെ ഉന്നതയുടെ ഉദാശകർമ്മത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം അങ്ങയുടെ അഭിഷേകത്തിനോട് ഞങ്ങൾക്ക് ലഭിക്കപ്പെടാനും ഈ കുഞ്ഞിന് ലഭിക്കപ്പെടുവാനും ഈ കുഞ്ഞിൻ്റെ ഒരു അനുഗ്രഹമായി മാറുവാനും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞൊരു കുഞ്ഞായി മാറുവാനുള്ള കൃപാവത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ആവാതുപോലെ ഒരു നിർമ്മലമായി ബലിയാൻ ചെയ്താണ് കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും മരണം പറഞ്ഞ് നിലനിൽക്കുന്ന ഒരു അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കപ്പെടുവാനും ഒരു അനുസ്മരണമായി മാറാനൊക്കെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇനി വരാനിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം കാലാവസ്ഥ സമർപ്പിക്കുന്നു. നല്ല കാലാവസ്ഥ നൽകി ദൈവമേ ഞങ്ങളുടെ ദേശത്തെ അവിടെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവിടെ തടസ്സമേഖലകളിലെല്ലാം ദൈവമേ അവിടുന്ന് കരുണ ചെയ്യണമേ, കൃപ വർഷിക്കണമേ. അവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം അവിടെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരെയും കൂട്ടായ്മ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ബലിയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന സംഘം ആവശ്യപ്പെട്ടവരെ ഞങ്ങൾ പ്രാർത്ഥന കടപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിനായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ജന്മദേശത്തെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ സന്തോഷത്തിൻ്റെ നാലാമത്തെ രഹസ്യം ചെയ്ത് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ പരിശുദ്ധ മാതാവ് തൻ്റെ ശുദ്ധീകരണ നാൾ വന്നപ്പോൾ അങ്ങ് ദൈവമാനെ ദേവാലയത്തിൽ കൊണ്ട് ദൈവത്തിന് കാഴ്ചവെച്ച മറിയമേ, സ്വസ്തിയ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മത്തായി എഴുതിയ സുവിശേഷം. യേശുവിന്റെ ജ്ഞാനസ്നാനം. യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞതോടെ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ലൂക്ക 2:52, ലൂക്ക 2:80 സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണ ഇന്നത്തെ ശുശ്രൂഷയിലുടനീളം ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് ഭവനത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഈശോയെ, അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി എന്ന് വെളിപ്പെടുന്ന ഒരു ദിവസമാണല്ലോ. ഈശോ, ഞങ്ങളിൽ മേലെല്ലാം ഞങ്ങൾ മാമോദിസായിലൂടെ സ്വീകരിച്ച കൃപാവരങ്ങൾ ഇന്ന് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആ ശുശ്രൂഷയിൽ എല്ലാവർക്കും ഭക്തിയോടുകൂടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജെറമിയ 1:4-5 വചനത്തിലും എല്ലാം കുഞ്ഞിനെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വലിയ കരുണ പ്രത്യേകിച്ച് ഇന്ന് കാവൽമാലാഹമാരെ പുതിയതായിട്ട് കുഞ്ഞിന് നൽകുമ്പോൾ വലിയ ശക്തി, പ്രത്യേകിച്ച് മാമോദിസായിലൂടെ നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കാവൽമാലാഹമാർ. ആ കാവൽമാലാഹമാരെ എല്ലാം പ്രത്യേകിച്ച് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞിൻ്റെ പേരിന് കാരണക്കാരായ വിശുദ്ധൻ ഇന്ന് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. സ്വർഗം മുഴുവൻ ഇന്ന് ഈ കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സകല വിശുദ്ധാത്മാക്കളോടും ഫെബ്രുവരി 12:1 വിശുദ്ധ ആത്മാക്കളുടെ ആ കൂട്ടായ്മയോടും ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട വൈദികരെയും അതുപോലെ തന്നെ ഈശോയെ സഭയിലേക്ക് ഈ കുഞ്ഞിനെ ചേർത്തതിനെ ഓർത്ത് ദൈവമേ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ രക്തത്തിൽ പങ്കുകാരായതിനെ ഓർത്ത്, യേശുവിൻ്റെ കുരിശുമരണത്തിനും രക്ഷാകര പദ്ധതിക്കും കർത്താവെ കുഞ്ഞ് പങ്കുകാരാകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ, സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകം കുഞ്ഞിലേക്കും അതുപോലെ തന്നെ കടന്നു വരുന്ന എല്ലാവരിലേക്കും ഞങ്ങളിലേക്കെല്ലാം വിശുദ്ധിയുടെ ആത്മാവെ ഞങ്ങളിലെല്ലാം നിറയണമെന്ന്
നയിക്കണേ. സ്ലേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയെ നയിക്കണേ. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വളരെ സന്തോഷപൂർവ്വമായുള്ള ഒരു ദിവസമാണ്. അരുണും ഷെൽമിക്കും ദൈവം ദാനമായി തന്ന ആ മകനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി ഒരു കുടുംബമായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ജോർജിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിലേക്ക് ഇപ്പോഴായിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ മകന് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ തന്നെ മാമോദീസ ആ വാഗ്ദാനം ഒന്നുകൂടി ഒന്ന് റിന്യൂ ചെയ്യാനുള്ള അവസരം കൂടിയാണ്. അതും കൂടി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഇന്നത്തെ എല്ലാ തിരുക്രമങ്ങളിലും പങ്കുചേരാം.
ഇന്നത്തെ തിരുക്രമങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതിന് തുടർച്ചയായിട്ടെന്നോണം നമ്മുടെ വിശുദ്ധ കുർബാനയോടുകൂടി തുടരുന്നതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ മകനെ അങ്ങയുടെ അചരണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങേ വിളി കാട്ടരവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ സ്തുതിയിടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ജലത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ മകനിൽ പൂർത്തിയാകണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾ നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജീവൻ പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിന്റെ അവയവങ്ങളായി തീരുന്ന ഈ മകൻ ഉദാശയുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാകണമേ. ഈ ദാനത്തെ പ്രതി ഈ മകനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഈ മകന് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോർജ് മുദ്രനാക്കപ്പെടുന്നു. ആരാധന
അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും. സഹോദരനെ, പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വചനങ്ങൾ ഈശോയോട് ഐക്യപ്പെടാൻ മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്താലാണ് മാമോദിസ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് ഐക്യപ്പെടുത്തിയ മാമോദിസയാൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. അത് മിശിഹ മരിച്ചവരിൽ നിന്ന് പിതാവിന്റെ മഹത്വത്താൽ ഉയർത്തെഴുന്നേറ്റ പോലെ നാം ജീവന്റെ പുരമ്പയിൽ നടക്കേണ്ടതിനാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ ഉദ്ധാനത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിപ്പെടാതിരിക്കത്തക്ക വിധം പാപകരമായ ശരീരം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കണമെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായുടെ കൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർന്ന മിശിഹ ഇനി ഒരിക്കലും മരിക്കില്ലെന്ന് നമുക്കറിയാം. മരണം ഇനിമേൽ അവനെ ഭരിക്കുകയില്ല. എന്തെന്നാൽ അവൻ മരിച്ചു, പാപത്തിന് അവൻ എന്നേക്കുമായി മരിച്ചു. എന്നാൽ അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരാണെന്നും ഈശോ മിശിഹായിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. വിശുദ്ധ പരിശുദ്ധ സുവിശേഷം. അനന്തരം യേശു ഗലീലയിൽ നിന്ന് ജോർദാനിൽ യോഹന്നാന്റെ അടുത്തേക്ക് അവനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുവാൻ വന്നു. യോഹന്നാൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് മാമോദിസ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ? ഈശോ മറുപടിയായി അവനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പങ്കെടുക്കുവാൻ വേണ്ടി നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസപ്രകാരം പാരമ്പര്യപ്രകാരം 3 കൂദാശകളാണ് ഇന്ന് ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുന്നത്: മാമോദിസ, കുർബാന, സ്ഥൈര്യലേപനം. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ഒരുപക്ഷെ നമ്മൾ വേണ്ടതിലുപരിയായിട്ട് നമ്മൾക്ക് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ അതിന് ശ്രദ്ധിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥ പ്രകാരം നടക്കുന്ന ഒരു കാര്യമാണ്. അത് ക്രൈസ്തവർ മാത്രമല്ല, മറ്റു നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ വ്യക്തികളും ഒരു പുതു മനുഷ്യജന്മം അത് ഏറ്റവും കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും അതിലുപരിയായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ്. എന്നാൽ ക്രൈസ്തവമായിട്ട് നാം ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു ജന്മമാണ്. മാമോദിസ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ നമ്മൾ ആത്മീയമായിട്ട് അവനൊരു പുതുജന്മം കൊടുക്കുക എന്നതാണ്. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ശിശുവിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവന് ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്, ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുകയാണ്. അതിന്റെ അച്ചാരമായിട്ടാണ് മാമോദിസ
ഈ സഭയുടെ അംഗമായിരിക്കുന്നത് മാമോദിസ എന്ന ഉദാശയിലൂടെയാണ്. ഈ പ്രാരംഭ ഉദാശ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു ഉദാശയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപക്ഷെ നമ്മളെല്ലാവരും ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുത്തതാണ്. ആ ശവസംസ്കാര കർമ്മത്തിലും ഇന്ന് ഇവിടെ അനുഷ്ഠിക്കുന്ന ഇതേ കർമ്മങ്ങൾ തന്നെ അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ ശവസംസ്കാര കർമ്മം നടത്തുന്നത്. അതിന് ആ സമയത്ത് ഒരു ആത്മപരിശോധന ചെയ്തത് നീക്ക് നൽകപ്പെട്ട ആ വിളി ഇന്ന് സ്വീകരിക്കുന്ന വെള്ളവസ്ത്രം ജീവിതാവസാനം വരെ നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന പേര് മാമോദിസ പേര് അതൊരു പുതിയൊരു സൃഷ്ടിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെതായിട്ടുള്ള ഒരു അടയാളമാണ്. ആ പേര് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ആത്മപരിശോധനയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ സഭാ തനിയെയാണെന്ന് പറയുവാൻ വേണ്ടി പലപ്പോഴും നമുക്ക് വൈമുഖ്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ നമ്മൾ തിരികെ പുകഴ്ത്തി പറയും. കുടുംബത്തിന്റെ പാരമ്പര്യം നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വളരെയധികം പ്രൗഢിയോടുകൂടി നമ്മൾ പറയും. എന്നാൽ ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്, ഞാനൊരു കത്തോലിക്കനാണ്, ഞാൻ എന്റെ സഭയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട ആവശ്യമാണ്. യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയിൽ ഇറങ്ങി വസിക്കുന്നവനും മനുഷ്യ പ്രവൃത്തിയെ നൽകിയിരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കില്ലേ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ ജ്ഞാനസ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും ഭക്തിയിരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും വൃത്തിയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസയിലൂടെ പാപമോചനം നൽകി ആത്മീയജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധതാരത്തോട് കടത്തുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോർജ് വിശുദ്ധതായത്വം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോർജ് മാമോദീസ ഊതപ്പെടുന്നു. നമ്മുടെ കർത്താവ് വിശുദ്ധിയുടെ വസ്ത്രത്താൽ തന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ വിശുദ്ധ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. മാമോദിസയിലൂടെ മകനായിത്തീർന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ കാത്തിരിക്കുന്ന ഈ ദാസനു വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയാകണമേ എന്ന് അപേക്ഷിക്കാം. സെമിയനോട്ടിശാലെ പ്രാർത്ഥനാനിതരായിരുന്ന സ്ലേഹന്മാരെന്ന പോലെ ഈ ദാസന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ
അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ച് അങ്ങയെ മാത്രപ്പെടുത്തുവാനും ഇവനെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവനെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ ആരോഗ്യമാണ് പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയെ ആശ്രയം വയ്ക്കുവാനും ഇവൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. പരിശുദ്ധാത്മാവിനാൽ ഗുരുതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് വിശുദ്ധായിക്ക് സാക്ഷ്യം നയിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹിക്കട്ടെ. നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ മകനെ മുതലാക്കണമേ. ആബാപിതാവേ നമ്മെ വിളിക്കുവാൻ പുത്രസ്വീകരണത്തിന്റെ ആത്മാവിനെ ഈ മകന് നൽകണമേ. കൈപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളികൾ സഭയുടെ വിശ്വസ്തദാസനുമായി ജീവിക്കുവാൻ ഈ മകനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസമയവും ഇവനിൽ നിറയുമാറാകട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ മകന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച ജോർജ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും സംരക്ഷിക്കണമേ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസാദിക്കുവാൻ ഇവന് ഇടയാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി ജോർജ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. മാന്യ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ മകൻ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. യേശുവിന്റെ നാമത്തിന് കാരണബോധനായ വിശുദ്ധ യോർജിന്റെ ജീവിത മാതൃക ഇവന് വഴികാട്ടിയാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തിരുസഭയുടെ വിശുദ്ധപുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീയെന്നും സുവിശേഷങ്ങളുടെ സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷനായി തീരട്ടെ. കണ്ണുകളില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾ ആശാകേന്ദ്രവും കുടുംബത്തിന്റെ പ്രകാശവും നാടിന്റെ സേവന മാതൃകയുമായി തീരുവാൻ ദൈവം ജ്യോതിനെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിൽ എന്നോടൊന്നിടപെടണേ.